ഈ ഒരു ടാഗ് ടീം ടൈറ്റിലിൻ്റെ സ്പ്ലിറ്റ് എന്നുണ്ടാകുമെന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പലപ്പോഴും പല ഡേറ്റാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ചേംബർ കഴിഞ്ഞ് ഉടൻ തന്നെ ടൈറ്റിൽ സ്പ്ലിറ്റ് ഉണ്ടാകുമെന്നാണ്. സോ അതൊരു പുതിയ ഡേറ്റാണ്. എന്തായാലും എലിമിനേഷൻ ചേംബർ കഴിഞ്ഞ് ഒരു ടൈറ്റിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം റസൽമേനിയ ഡേ 1 ഉണ്ട്, ഡേ 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസവും മാച്ചുകൾ വേണം. സോ 2 ടൈറ്റിലായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ദിവസം 2 ടൈറ്റിലിന് അത് ഡിഫറൻറ്റ് മാച്ചസ് WWE വെക്കാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോൾഫ് സിഗ്ലർ WWE ഇനി റിട്ടേൺ ചെയ്യുമോ, അത് ഉടനെ എങ്ങനെ റിട്ടേൺ ചെയ്യുമോ എന്ന്. അതിനുള്ളൊരു ഉത്തരം ഡോൾഫ് സിഗ്ലർ തന്നെ ഇപ്പോൾ തന്നിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അതായത് ഉടനെ എങ്ങനെ WWE റിട്ടേൺ ചെയ്യുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നെവർ സേ നെവർ എന്നാണ്. കൂടാതെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഞാൻ WWE ഇപ്പോൾ കുറേയധികം അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റ് കമ്പനികൾ അതുപോലെ തന്നെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് നേടാനാണ്. സോ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ഡോൾഫ് സിഗ്ലർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ നിലപാട് നമുക്ക് ഏതാണ്ടൊക്കെ വ്യക്തമായി. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡോൾഫ് സിഗ്ലർ WWE റിട്ടേൺ ചെയ്തേക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം മറ്റുള്ള കമ്പനിയിൽ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് നേടുക, അവിടെ വർക്ക് ചെയ്യുക, അവിടുന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണിത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. കുറച്ച് ഷോക്കിംഗ് അപ്ഡേറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ തുടക്കം തൊട്ട് പറയാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അതായത് മറീസിന് ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ കുറേയധികം ആശുപത്രിയിൽ പോയി. അവിടെയൊക്കെ ചെന്നപ്പോൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ വിടുകയായിരുന്നു. ഡോക്ടർമാർ ഇങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു വിടുമ്പോഴും അവർക്ക് എന്തോ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു. അവർക്ക് പിന്നെയും വയറുവേദനയൊക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ അവർ ലാസ് വേഗാസിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ടു. സോ അവർ നടത്തിയ പരിശോധന, അതായത് വലിയൊരു പരിശോധന നടത്തി. ആ ഒരു പരിശോധനയിൽ എന്തോ ട്യൂമർ പോലെ കണ്ടെത്താനിടയായി. അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് മറീസ് പറഞ്ഞത്. ഒരു പ്രീ ക്യാൻസറിന് വരെ കാരണമാകാവുന്ന ഒരു സംഭവമാണെന്ന് അവർ പറയുന്നുണ്ട്. അതായത് നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ ആ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിലധികം ആ ഒരു വ്യക്തി ജീവിക്കില്ലെന്നാണ് മറീസ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്താണ്, ഈ ഒരു രോഗം എന്താണ്, അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ഡസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം കോൾഡ് റോഡ്സിൻ്റെ ബ്രദറാണ് ഗോൾഡ് ഡസ്റ്റ്. നമുക്കറിയാം ഇവർ ടാഗ് ടീം ഉണ്ടായിരുന്നു, ഗോൾഡ് ഡസ്റ്റ് അതുപോലെ സ്റ്റാർ ഡസ്റ്റ് എന്നുള്ളൊരു ടാഗ് ടീമൊക്കെ. സോ ഗോൾഡ് ഡസ്റ്റിൻ്റെ റിട്ടേൺ WWE ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള മറുപടി ഇപ്പോൾ ഗോൾഡ് ഡസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, WWE തന്നെ ആവശ്യമാണെങ്കിൽ തന്നെ ഉറപ്പായിട്ട് WWE റിട്ടേൺ ചെയ്യുമെന്നാണ് ഗോൾഡ് ഡസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. കാരണം റോമൻ റീഡ്സിന് നല്ല രീതിയിലുള്ളൊരു ഹെൽപ്പുണ്ട് സമോവൻ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്. അതായത് സോളോ സിക്കാവോ, ജിമ്മി യൂസോ, അങ്ങനെ ധാരാളം ഹെൽപ്പ് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോറോഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വേറെ ആരും തന്നെ ഇല്ല. സോ അതിൻ്റെ ഫാമിലി മെമ്പർ തന്നെ ഒരാളുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതായത് ഗോൾഡ് ഡസ്റ്റ് വന്നാൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അദ്ദേഹം റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് ഏജ്ഡാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിട്ടേൺ പ്രതീക്ഷിക്കാം. അദ്ദേഹം പിന്നെ ഫിസിക്കലി അത്ര ഫിറ്റല്ല, അദ്ദേഹത്തിൻ്റെ മാച്ചസൊന്നും അത്ര മികച്ചതല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ WWE വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഒരു ഫാമിലി വൈസൊക്കെ സംഭവങ്ങൾ നോക്കി കഴിഞ്ഞാൽ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയ കിക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രസ് കോൺഫറൻസ് വേറെ ലെവൽ ഒരു പ്രസ് കോൺഫറൻസായി മാറിയിരിക്കുകയാണ്. അതായത് ഏതാണ്ട് 200 മില്യൺ വ്യൂസാണ് ആ ഒരു പ്രസ് കോൺഫറൻസിന് കിട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു കോമ്പാറ്റ് സ്പോർട്സിൻ്റെ പ്രസ് കോൺഫറൻസിന് ഇത്രയധികം വ്യൂവർഷിപ്പ് കിട്ടിയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചരിത്രത്തിൽ, അതായത് ഹിസ്റ്ററിയിലേക്ക് രേഖപ്പെടുന്ന ഒരു പ്രസ് കോൺഫറൻസായി മാറിക്കഴിഞ്ഞു. അതായത് ഈ നടന്ന റസൽമേനിയ കിക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രസ് കോൺഫറൻസ്. പഴയ WWE ആണ് നല്ലത്. ഇപ്പോഴത്തെ WWE ആര് കാണുമെന്ന് പറയുന്നവർക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. 200 മില്യൺ എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ നമ്പറാണ്. നിങ്ങൾ അതിന് ആലോചിച്ച് പോകും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് OC ദ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം OC ദ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് AJ സ്റ്റൈൽസ്, ലുക്ക് ഗാലോസ്, കാൾ ആൻഡേഴ്സ്, പിന്നെ മിഷൻ ഈ ഒരു ഇടയ്ക്കാണ് ജോയിൻ ചെയ്തത്. എങ്കിൽ പോലും നമുക്കറിയാം OC ദ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു സമയത്ത് മികച്ചൊരു ഫാക്ഷനായിരുന്നു, പ്രത്യേകിച്ചും AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു തുടക്ക സമയങ്ങളിൽ. എന്നാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ OC ദ ക്ലബ്ബും അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് സെപ്പറേറ്റ് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലുക്ക് ഗാലോസ്, കാൾ ആൻഡേഴ്സ്, മിഷൻ ഇവർ സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ AJ സ്റ്റൈൽസിനെ ഒരു ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് WWE വർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ലുക്ക് ഗാലോസിനെയും കാൾ ആൻഡേഴ്സിനെയും WWE കൊണ്ടുവന്ന് തന്നെ ഈ ഒരു OC ദ ക്ലബ്ബ് റിക്രിയേറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. വേണമെങ്കിൽ ചെറുതായിട്ട് നടന്നെന്ന് പറയാം. പക്ഷേ അത് അത്ര വലിയ ഹിറ്റായില്ല സെക്കൻഡ് ഫേസ്. സോ ഇപ്പോഴും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ WWE ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ എന്നിട്ട് AJ സ്റ്റൈൽസ് ഒരു ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്നത്. സോ അത് തന്നെയാണ് AJ സ്റ്റൈൽസിന് കൂടെ ദ ക്ലബ്ബ്, അതായത് ലുക്ക് ഗാലോസിനും കാൾ ആൻഡേഴ്സിനും എനിക്ക് തോന്നുന്നു പുതിയ ടാഗ് ടീമൊക്കെ സ്പ്ലിറ്റ് ആകുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ടാഗ് ടീം ഡിവിഷനിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.